മൂവാറ്റുപുഴ നഗരസഭ 12-ാം വാർഡിൽ ഉദ്ഘാടനത്തിന് തൊട്ടുപിറകെ മിനി മാസ്റ്റ് ലൈറ്റ് തെളിയാത്തതിനെ തുടർന്ന് കൗൺസിലറുടെ പ്രതിഷേധം. ഹാരിസ് ബീരാൻ എംപിയുടെ ഫണ്ടിൽ നിന്ന് 1,80,000 രൂപ മുതൽ മുടക്കിയാണ് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് തൊട്ടുപിറകെ 4 ലൈറ്റുകളിൽ ഒന്ന് തെളിയാതെ വന്നതാണ് കൗൺസിലറുടെ പ്രതിഷേധത്തിന് കാരണമായത്. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ കിഴക്കേക്കര 12-ാം വാർഡിൽ മൂവാറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് 1,80,000 രൂപ മുടക്കി മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. MP ലാഡ്സ് 2025-26 പദ്ധതിയിൽ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എംപിയുടെ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടന സമയത്ത് വരെ ഒരു ലൈറ്റ് തെളിയാത്ത അവസ്ഥയാണ് ഉണ്ടായതെന്ന ആരോപണവുമായാണ് വാർഡ് കൗൺസിലർ റിബിൻസ് തല്ലിയാർ രംഗത്ത് വന്നത്. മൂവാറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് മുൻപിൽ 2025-26 കാലഘട്ടത്തിലെ MP ഫണ്ടിൽ നിന്നും നിർമ്മിച്ച ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളൂ. ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് വരെ ഈ ഇതിൽ 4 ലൈറ്റിൽ ഒരെണ്ണം കത്താത്തൊരു അവസ്ഥയാണുള്ളത്. 1,80,500 രൂപ മുടക്കി നിർമ്മിച്ച ഈ ഹൈമാസ് ലൈറ്റിലെ അഴിമതി അന്വേഷിക്കണമെന്നാണ് എനിക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്. ഈ അഴിമതി പുറത്തു കൊണ്ടുവന്ന് ഇവിടെ അവരുടെ രാഷ്ട്രീയം കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. ഈ MP ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്ന ഈ അഴിമതി നടത്തുന്ന ആളുകളെ ഈ പുറം ലോകത്ത് കൊണ്ടുവരണമെന്ന് ഈ വാർഡിലെ കൗൺസിലർ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഉദ്ഘാടനത്തിന് തൊട്ടുപിറകെ ലൈറ്റ് മിഴിയടച്ചത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. 1,80,000 രൂപ മുടക്കിയിട്ട് ഒരു നിമിഷം പോലും ജനങ്ങൾക്കത് ഉപകാരപ്രദമാകാത്ത അവസ്ഥയാണുള്ളതെന്നും കൗൺസിലർ പറഞ്ഞു. ഇത്തരം അഴിമതി നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് വാർഡ് കൗൺസിലർ എന്ന നിലയിൽ റിബിൻസ് ആവശ്യപ്പെടുന്നത്.